മച്ചാമാരെ, അപ്പൊ നമ്മൾ കേരളം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് 20ാമത്തെ ദിവസം ഇരുട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ മുത്തുമണിയെ കിട്ടിയിട്ടില്ല. വൻ ആക്രമണമാണ് ഗൈസ്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചെറുക്കന്മാരെല്ലാം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു സൗണ്ട് ഉണ്ടാക്കണോ? അപ്പൊ നമ്മുടെ വയനാട്ടെ എക്സ്പ്ലോറിംഗ് വയനാടത്തെ എക്സ്പ്ലോറിംഗ് ഇവിടെ തുടങ്ങാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ഡേ ഓഫ് ദി വയനാട്. നമ്മുടെ ചെക്കന്മാരെല്ലാം വയനാട്ടെ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോലാ. വാ, അപ്പൊ എല്ലാവരും നമ്മുടെ ചെക്കന്മാരെല്ലാം ഇങ്ങനെ അണിനിരന്ന് വഴിയെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വയനാട് എത്തിയിട്ട് ഇന്നലെ നൈറ്റ് എത്തിയാണ്. അപ്പോൾ വന്നതൊന്നും കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റാത്ത കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, രാത്രിയിലാണ് വന്നത്. ഒപ്പം തന്നെ ഫുള്ള് കോട ഇറങ്ങി ആകെ ഡിങ്കോൾഫി ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന വഴി ആരാണ് മല്ലു ട്രാവലറിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മല്ലുവിനെ കിട്ടിയ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ ഇരുട്ടിയിൽ വെച്ചിട്ട് മല്ലു ട്രാവലറെ കുറേ തപ്പി നോക്കി കിട്ടിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് വയനാട് വെച്ചിട്ട് നമ്മുടെ മല്ലു ട്രാവലർ കിട്ടി. മച്ചന്മാരെല്ലാം കൂടെ റോഡിൽ ബ്ലോക്ക് ചെയ്താണ്. ഓടിച്ചിട്ട് പിടിക്കാന്നൊക്കെ പറഞ്ഞു ഏതാണ്. ട്രാക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഒന്നെങ്ങോട്ട് സൈഡ് ഒതുക്കിയോ, റോഡ് ബ്ലോക്ക് ആക്കണ്ട. അവസാനം നമ്മുടെ ഊഹം കഴിഞ്ഞില്ല. എടാ വണ്ടി ഒന്ന് കയറ്റി വിട്ടോ, അല്ലേ അവസാനം ബ്ലോക്കായി. നമുക്ക് പൊക്കോ ശരിയില്ല, നമ്മളത് വിട്ടേക്കാം വിഷയമില്ല. പൊക്കോ. വൻ ആക്രമണമാണ് ഗൈസ്. വണ്ടി വന്ന് അടുത്ത വൺ ബ്ലോക്കായി. മച്ചാമാരെ, അപ്പൊ നമ്മൾ കേരളം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് 20ാമത്തെ ദിവസം ഇരുട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ മുത്തുമണിയെ കിട്ടിയിട്ടില്ല. അവസാനം നമുക്ക് വയനാട് വെച്ചിട്ട് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇരുട്ടിയിൽ വന്നപ്പോൾ ഒത്തിരി നോക്കി, കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ ചെക്കന്മാര് വെച്ചിട്ട് വളഞ്ഞിട്ട് ഓമാര് ട്രാക്ക് ചെയ്ത് പിടിച്ചാണ് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവിടെ നിൽക്കുക. എന്തായാലും കണ്ടിട്ടേ പോകത്തുള്ളൂ വെച്ചു. എന്തായാലും കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. എന്തായാലും 2 വാക്ക് പറഞ്ഞോ. ഹായ് ഗൈസ്, ഇതൊക്കെയുണ്ട് സുഖല്ലേ? എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്രോയെ കിട്ടണമെന്നുള്ള. ഇരുട്ടിന്ന് കിട്ടിയില്ല. എന്തായാലും വയനാട് വന്ന് കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷം. അപ്പം ബ്രോ ഇനി ശല്യപ്പെടുത്തുന്നില്ല. ബ്രോയുടെ യാത്രകൾ തുടരട്ടെ. ഇനി എവിടെയൊക്കെ വെച്ച് കണ്ടുകൂട്ടോ. അപ്പോൾ പൊളിക്കാട്ടോ. ചെക്കന്മാർ രക്ഷയില്ല കേട്ടോ, വിടുന്നില്ല. ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 കണ്ടിലാണ് കേട്ടോ. വയനാട് ജില്ലയിലെ 900 കണ്ടിലാണുള്ളത്. ആരോടൊപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RSBയുടെ സ്വന്തം മണിമുത്ത് കണ്ണൻ ബ്രോയോടൊപ്പമാണ് കേട്ടോ. കണ്ണൻ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSB ചെറുതായിട്ടൊന്നും കാണണ്ടത്. ഇതിങ്ങനെ നോക്കി കണ്ടോ, ഈ പുറകിൽ കാണുന്ന ഈ ഒരു കൂടാരങ്ങളും ഈ ഒരു ടെന്റും ഈ ഒരു സ്റ്റേയും എല്ലാം കണ്ണൻ ബ്രോയുടെ സ്വന്തം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നലെ കിടന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റേയുടെ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. 2 വാക്ക് പറ കണ്ണൻ ബ്രോ ആദ്യം. വുഡ് മോങ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരു എന്താ പറയാ, നമ്മളെ ഒരു ലൈഫാണ്, നമ്മുടെ ഒരു ജീവിതം മാർഗമൊക്കെയാണ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ചെയ്യുന്നത് ടെന്റ് ക്യാമ്പിംഗ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ പാക്കേജസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഓൾ വയനാട് പാക്കേജസ്. എത്ര പേർക്ക് ഒന്നിച്ച് ഇവിടെ കിടക്കാം? നമുക്ക് ഇവിടെ ഒരു 65% നമുക്ക് സുഖമായിട്ട്. അപ്പൊ നമ്മൾ വലിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഇവര് നമ്മുടെ ചങ്കായിട്ടുള്ള കുറെ നാളുകൊണ്ടുള്ള ക്ലബിലെ മെമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോ എന്നെ വിളിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ സെറ്റപ്പ്. നമ്മൾ ഇന്നലെ കിടന്നതും ഈ ഒരു ടെന്റിലാണ് കേട്ടോ. അയ്യോ, പിന്നെ എടുത്തു പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴി അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓഫ് റോഡിന്റെ ഈ ഒരു കളിയാണ്. ഞാൻ ഐസിനൊന്നും വീണ് സ്ലിപ്പറി ഗെയ്സ് ലഡാക്കിൽ പോയിട്ട് ഐസിൽ പോലും വീഴാത്ത ഞാൻ കണ്ണൻ ബ്രോയുടെ റിസോർട്ടിൽ വന്നിട്ട് ചെളിയിൽ വീണു ഗെയ്സ്. നമ്മുടെ സ്ലീറ്റ് ബോയ് വീണു ഗെയ്സ്. ആകെ ഒരു ഇതായി പോയി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി. നമ്മളെ പാർട്ണർ. ഓക്കെ, 2 പാർട്ണേഴ്സ്. ഇവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ബിലാൽ ബ്രോ,
അപ്പൊ ഇവര് മൂന്നും കൂടെ ആണ് കേട്ടോ ഈ ഒരു പരിപാടിയിൽ. ഒരാളൂടെ ഉണ്ടല്ലേ? അപ്പൊ 4 പേരാണല്ലേ? അപ്പൊ ഇത് നമ്മുടെ സ്വന്തം കണ്ണൻ ബ്രോ, ഇത് നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ അല്ലല്ലോ. ബിലാൽ ബ്രോ എവിടെ സ്ഥലം? വയനാട്ടിൽ തന്നെ. ബ്രോയുടെ ജയപ്രകാശ് JP, നമ്മുടെ കണ്ണൻ ബ്രോയുടെ അളിയനല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും പേരാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആളുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നിട്ട് നമുക്ക് ഇതിന്റെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പൊ ഇതിവിടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേന് ചെലവഴിക്കാനുള്ള പിന്നെ ക്യാരംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സ്ഥലം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുവന്ന് സേഫ്റ്റി ആയിട്ട് വെക്കാനുള്ള ഒരു കോട്ടേജ് ആണ് കേട്ടോ ഇത്. ഇതിനകത്താണ് നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ആർട്ട് വർക്ക് വരും കേട്ടോ. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ കിച്ചണും സെക്ഷനൊക്കെ. അത് നമുക്ക് ഓടിപ്പോയി കിച്ചണിലോട്ട് പോകും കേട്ടോ. ഇവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറുമ്പം തന്നെ ഡൈൻ എന്ന് പറയുന്ന ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയൊരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. രാവിലെ നമ്മൾ ഇവിടെ നിന്നാണ് വെട്ടി വിഴുങ്ങിയത്. നിങ്ങൾ അത് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, സ്വന്തം ഉണ്ണി. ഓക്കെ, ഇത് നമ്മുടെ സ്വന്തം ഉണ്ണി. ഉണ്ണി ഹായ്, എവിടെ സ്ഥലം? ഇവിടെ തന്നെ മേപ്പാടിയിലുള്ള നമ്മുടെ ഉണ്ണി മച്ചാനാണ് കേട്ടോ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് കുറവും കുറ്റം ഉണ്ടെങ്കിലും ഉണ്ണിയെ കയറി തെറി വിളിച്ചു പൊങ്കാലിട്ടു. ചുമ്മാ കേട്ടോ, നല്ല ഫുഡാണ്. രാവിലെ നമുക്ക് പുട്ടൊക്കെ തന്നു, അടിപൊളി ഫുഡാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ മെയിനായിട്ട് കോമൺ ബാത്റൂമാണ് കേട്ടോ വരുന്നത്. അത് അവിടെ എത്ര ബാത്റൂം വരുന്നത്? 4 കോമൺ ബാത്റൂം. അപ്പോൾ റോഹിൻ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആവാറായി. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണല്ലേ ഇത്. ഇവിടെ അത്യാവശ്യം ടയറൊക്കെ വെച്ചിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ്, ഇവിടെ തീയിട്ട്. കാരണം വെച്ചാൽ രാത്രി ചൂടിട്ടില്ലെങ്കിൽ നല്ല പണിയാണല്ലേ. ഇത് ഇച്ചിരി ടോപ്പിലുള്ള ടെൻസ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവിടെ ടോപ്പിലുള്ള അവിടെയും ക്യാമ്പ് ഫയർ ഉണ്ടോ? അല്ല, അവിടെ അല്ല. ക്യാമ്പ് ഫയർ ഉണ്ട്, എല്ലാവരും മിങ്കിളായിട്ട് സെറ്റ് ആയിട്ട് ചെയ്യും. ഇവിടെ എല്ലാം ലൈറ്റ് വർക്ക്, നൈറ്റ് അടിപൊളിയാണ്. നൈറ്റ് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഒപ്പം തന്നെ ഇവിടെ ആർട്ട് വർക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം. പിന്നെ എന്താണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാടിന്റെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇനിയിപ്പോ റേറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാം. എല്ലാവരും സത്യം ഇതൊക്കെ ഒന്ന് ഔട്ട് അവർക്ക് മനസ്സിലാക്കണം. ഇനി റേറ്റിനെ പറ്റി നമ്മൾ പറയുന്നത്, നമ്മൾ പെർ ഹെഡ് ടെന്റ് സ്റ്റേക്ക് പെർ ഹെഡ് 1500 ചെയ്യുന്നത്. 1500 രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, അൺലിമിറ്റഡ് ടീ കോഫി, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, പിന്നെ നൈറ്റ് ഒരു മ്യൂസിക്, പിന്നെ മോർണിംഗ് ഒരു ട്രെക്കിംഗ്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 1500 രൂപയ്ക്ക് നിങ്ങൾ കോംബോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ല ആദ്യം പിന്നെ 1500 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ രാത്രി ഇവിടെ വരുന്നു. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പിട്ട് ടീ കോഫി, അൺലിമിറ്റഡ് ആയിട്ടൊക്കെ ടീ കോഫി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ടീയോ ചായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരും. ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് പിന്നെ സ്റ്റേ ചെയ്യാം. രാത്രിയിലത്തെ ഡിന്നർ തരും, രാവിലെ എണീക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തരും, ഒപ്പം തന്നെ ചായ തരും. പിന്നെ രാവിലെ ഒരു ട്രക്കിംഗ് ഉണ്ട്, രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്. പിന്നെ ക്യാമ്പ് ഫയറിന്റെ കൂടെ മ്യൂസിക്, പിന്നെ ചിക്കൻ ബാർബിക്യൂ ഉണ്ട്. ഇതൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും നിങ്ങൾ താഴെ നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിച്ച് സംസാരിക്കുക. ഒപ്പം തന്നെ ഇത് പെർ പേഴ്സൺ ആണ് കേട്ടോ. നിങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഡിസ്കൗണ്ട് ബ്രോ തരും. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും തരും. RSBയുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ റൈഡർ ലീഡ് ബോയുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ വന്നിട്ട് നല്ല പൊങ്കാലിട്ടോ കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും. ഇത്രയാണ്. പക്ഷേ പറയാം. അപ്പോൾ രാവിലത്തെ ട്രക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. ട്രക്കിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചില്ലായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. രാത്രി കാലൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടോണ്ടിരിക്കുക. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, നാച്ചുറലായിട്ട് ആർട്ടിഫിഷ്യൽ അല്ല നാച്ചുറലാണ്. ആർട്ടിഫിഷ്യലായിട്ട് പൂളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ ഒന്നൊരു നാടിയടാ നോക്കട്ടെ, പൊട്ടി വീഴുമെന്ന്. ഇവ എവിടെ പോയാലും തുരുന്തോ. അപ്പൊ ഇവിടെ വന്ന് ആണോ ഇപ്പം വീണേ ഞാൻ പറഞ്ഞില്ലേ. ആണ്ടോ ഇതുപോലെ രാത്രിയോ പകലോ എപ്പോഴൊക്കെ വന്ന് ഇതിന്ന് ആടാനും ചില്ലാവാനൊക്കെ ഉള്ളൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് തൊട്ട് താഴെ തന്നെ ഉണ്ട് കേട്ടോ. അത് അവർക്ക് നമുക്ക് മിക്കയിടത്ത് പൂളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ പൂളിൻ്റെ ആവശ്യമില്ല ഗൈസ്, മൊത്തം പൂളാണ്. താഴോട്ടിറങ്ങിയ പൂളോട് പൂളാണ്.
അപ്പോൾ നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ കുളിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ച് നമ്മൾ പോയ ലൊക്കേഷന് കണ്ണനൊക്കെ ചാടി ഇവിടെയല്ലേ ചാടി ഞങ്ങൾ ചാടിയ ലൊക്കേഷനിൽ എത്തി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വായ്പായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നേരെ റിസോർട്ടിലോട്ട് പോകണം. എന്നിട്ട് നമുക്ക് 900 കണ്ടിയൊക്കെ കയറണ്ടേ, പൊളിക്കണ്ടേ, ഗ്ലാസ് ബ്രിഡ്ജ്, കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ അതോ ആരോ വെള്ളത്തിൽ പോയി, ഒരു സാധനം വെള്ളത്തിൽ പോയി. ഓ ഗൈസ്, അപ്പോൾ നേരെ ഇനി റിസോർട്ടിൽ ചെന്നിട്ടാണ് വരെ. അപ്പോൾ നമ്മൾ കണ്ണൻ്റെ റിസോർട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതെല്ലാം ഇവിടുത്തെ ഇന്നലത്തെ ഗസ്റ്റുകളായിരുന്നു. അപ്പോൾ ചവരെ ഒരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഇവരിന്ന് പോവാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നില്ല, നമ്മൾ 2-3 ദിവസം കഴിഞ്ഞേ പോകുന്നത്. അപ്പോൾ ഇവരിന്ന് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ കണ്ണ് ഇവിടുന്ന് ഇറക്കി വിടുന്ന വരെ നമ്മൾ ഇവിടുന്ന് പോകത്തില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചോളൂ. അപ്പോൾ ഇനി നമ്മൾ 900 കണ്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവർ ഇവിടുന്ന് പോവാണ്. ബൈ ബൈ മക്കളെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് ഇനി 900 കണ്ടി പോയിട്ട് കാണാം കേട്ടോ. കണ്ണ് ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. അപ്പൊ നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് കണ്ണന് ഒരേ നിർബന്ധം. ഇതാണ് കണ്ണന്റെ ക്ലബ്ബാണ്. വേറെ ലെവൽ സാധനം. മറ്റേ നമ്മുടെ ഇതിന്റെ ഷേപ്പിൽ, ഈ ഷേപ്പിലുള്ള സ്റ്റിക്കർ നമുക്ക് കയറ്റാം. അത് സ്ലീറ്റ് ബോയിൽ ഒട്ടിച്ചിട്ട് സ്ലീറ്റ് ബോയിൽ നമ്മൾ എവിടെ ഒട്ടിക്കും? ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ ഒട്ടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അതില് ഞാൻ ഒട്ടിക്കും. നമ്മുടെ വണ്ടിയിൽ പതിപ്പിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പ് പക്ഷെ മണ്ടയിലോട്ട് ചെറുതായിട്ട് കയറി, എന്നാലും കുഴപ്പമില്ല. വൈറ്റിലല്ലേ കയറി. രജിസ്ട്രേഷൻ നമ്പർ കൊണ്ടല്ലോ, രജിസ്റ്റർ ക്ലബ്ബാണല്ലേ. അയ്യോ, സ്വന്തമായിട്ട് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് ചുമ്മാ ഒറ്റയ്ക്ക് നടക്കുന്ന ടീംസ്. കോച്ചന്മാർ ഇപ്പോൾ 900 കണ്ടിലെ ഏറ്റവും ടോപ്പിലത്തെ ഒരു ഏരിയയിലാണ്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് യാത്ര ഒന്നുമില്ല. ഇവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഓഫ് റോഡാണ് കേട്ടോ. ബൈക്ക് കയറി വരാൻ തന്നെ നല്ല റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കോച്ചന്മാർ ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സാധനം കേട്ടോ ചെയ്യുന്നത്. ഇത്രയും മണ്ടയിൽ കയറാനായിട്ടുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നുണ്ട്. ഞാൻ കയറിയിട്ട് മുകളിൽ ചെന്നിട്ടാണ് കേട്ടോ. ഇങ്ങനെ മുകളിൽ കയറി പോണേ. കോച്ചന്മാർ ഇതൊരു മരമാണ് കേട്ടോ, വലിയൊരു മരമാണ്. ആ മരത്തിനകത്താണ് ഈ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് നമ്മുടെ 900 കണ്ടിയിലെ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കയറി വന്നില്ലേ, അത് ഈ ഒരു ഇതിലൂടെയാണ് കയറി വരുന്നത്. കയറി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മരം കണ്ടോ, നേരെ വെച്ച് ഈ കാണുന്ന മരത്തിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ്. ഇത് മരമൊന്നും എനിക്കറിയില്ല. ഏറ്റവും ടോപ്പ് വ്യൂവിൽ ഇതാണ് ഈ മരം. ആ മരത്തിൻ്റെ ടോപ്പ് വ്യൂവിൽ നിൽക്കാനൊക്കെ ആയിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ കാണാം. വച്ചാൽ മരം നമ്മൾ പറഞ്ഞില്ലേ ട്രീ വ്യൂ പോയിന്റ്, അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തോണ്ടോ. പിന്നെ ഈ 2 മരങ്ങൾ കണ്ടോ, 2 മരങ്ങൾ ഒന്നിച്ച് മുകളിൽ എത്തിയതിനെ അവരവിടുന്ന് ഒരു സെറ്റൊക്കെ ആക്കി. ആ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടുന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. അപ്പോൾ അതിന് അടുത്തായിട്ട് ഗ്ലാസ് ബ്രിഡ്ജാണ്. മോശമാരെ, അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണും. ഇവിടെ പണി കിടക്കുന്നുണ്ട്. പുള്ളിക്കറിന് പണിയുന്നുണ്ട്. അപ്പം ഇതാണ് 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ പേടിപ്പെടുത്തുന്ന സംഭവമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എൻഡിൽ വരുമ്പോൾ കൊള്ളാം. ഇവിടുന്ന് നല്ല താഴ്ചയുണ്ട് ഗൈസ്. വേണ്ട, ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇത്രയും നീളമാണുള്ളത്. ഞാനിപ്പോൾ നടന്നു വന്നതിൻ്റെ അത്രയും നീളമാണുള്ളത്. ഇവിടുന്ന് ഉള്ള ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടുന്ന് കാണുന്ന ലുക്കും കാര്യങ്ങളൊക്കെ. ഞാനൊരു തുപ്പി എടുത്തിട്ടില്ല ഗൈസ്. ഇതാണ് കേട്ടോ. ഇത് 2 സൈഡിലായിട്ടാണ്. ഇവിടെ അത്യാവശ്യം ഒരു 2-3 പേർക്ക് വീതി കിടന്നു. ഇത് അത്യാവശ്യം ഒരാൾക്ക് മാത്രം പോകാനുള്ളൊരു വീതിക്ക് മാത്രമാണ് ഈ സൈഡ്. ഇതുവഴി കയറിയിട്ട് ഇതുവഴി ഇറങ്ങി വരുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിനെ പറ്റിയിട്ട് പറയാനൊക്കെ. ഇത് ടോപ്പിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. താഴത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വേറെയാണ്. ഓഹ്, എണ്ണയൊക്കെ തേക്കാതെ മുടിയുടെ ഒരു അവസ്ഥ നോക്കി.
അപ്പം ഒരു 360 കൂടെ എടുത്തിട്ട് പോവാം. നല്ല ആട്ടമുണ്ട്. അയ്യോ ഓക്കെ ഗൈസ്, 2 സംഭവം കഴിഞ്ഞു കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജും കഴിഞ്ഞ് പിന്നെ ഈ ടോപ്പിൽ കാണുന്ന ട്രീയുടെ ഇതും കഴിഞ്ഞ്. ഇനി എന്തോ 1-2 സംഭവങ്ങളുണ്ട്. ആ മച്ചാമാർ, അടുത്തതായിട്ട് ഇനി റൈഫിൾ ഷൂട്ടിംഗ് ആണ് കേട്ടോ. റൈഫിൾ ഷൂട്ടിംഗ് എന്തൊക്കെയാ സംഭവം നോക്കട്ടെ. സമ്പൂർണ്ണ പരാജയം. തൊട്ടടുത്തൂടെ പോയി. ഇനി എന്താ അവിടുത്തെ ഫോട്ടോഷൂട്ടാണ്? ഓക്കെ ഓക്കെ ഗേസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ 2 പരിപാടി. ഇവിടെ അമ്പുമ്പല്ലി ഇതിൻ്റെയും കാണിച്ചിടാം. വെച്ചാൽ അടുത്ത 2 ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിക്കറ്റ് പ്രാക്ടീസും ചെയ്യാനുണ്ട്. പയ്യന്മാർ ചെന്ന് ചെയ്യുന്നുണ്ട്. ഒരാൾക്കെറിയോ ഒരാൾക്കടിക്കുക. ഇന്ന് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് കയറിൻ്റെ എന്തൊക്കെയോ ഇതിവിടെ ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്നുമില്ല, നമ്മളതിനൊന്നും കയറുന്നില്ല. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഒരു യാത്ര അവസാനിക്കുന്നില്ല, എല്ലാ യാത്രകൾക്കും തുടർച്ചയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനിയും നമ്മുടെ യാത്രകൾ തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുന്ന ബെല്ലൈക്കനും ചൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം മച്ചന്മാരെ, അടുത്ത ഇതുപോലൊരു വൈബ് സ്ഥലവുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും മച്ചന്മാരെ ബൈ ബൈ, റൈഡർ സ്ലീറ്റ് ബൈ.